സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കാഹള ധ്വനിവെന്ന് കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, ശമനേ കാഹള ധ്വനി വിണ്ണിൽ കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. വീണ്ടും കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തില് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയില് യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ് എന്ന വിഷയം നാം പഠിക്കുവാനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അതെ, നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്തുവാൻ, നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ ഇന്നത്തെ വചനപഠനം നമുക്ക് പ്രയോജനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ റവറൻഡ് ഡോക്ടർ ബാബു ജോൺ വേട്ടമല പാസ്റ്ററെ അതേ വചനപഠനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ബൈബിൾ ടോക്ക് ഷോ എന്ന വചന പഠനത്തിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും അറിയിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് എന്ന വിഷയം ഇന്ന് എടുക്കാൻ കാരണം? തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മൾ എടുക്കാനിരുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെപ്പറ്റി പരാമർശം നടത്തിയപ്പോൾ തന്നെ വളരെ വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ അതിനെതിരായിട്ടുണ്ടായി. അപ്പോൾ ആ കാര്യം ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇതെടുക്കുന്നതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ക്രിസ്ത്യൻ വേൾഡ്, കുറെ കൂടെ പറഞ്ഞാൽ പെന്തക്കോസ്റ്റൽ വേൾഡിൽ വ്യാപകമായിട്ട് യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവ് എന്നൊന്നില്ല എന്ന് വേദശാസ്ത്രികളായ ആളുകൾ വളരെ കർശനമായി പഠിപ്പിക്കുകയും അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന എന്നെ പോലുള്ള ആളുകളോട് വളരെ നിഷ്ഠുരമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെയൊക്കെ കൈകെട്ടി അരച്ചു കറി കുടിക്കാനുള്ള ദേഷ്യമാണ്. എന്താ ഞാൻ പറഞ്ഞത്? യേശുക്രിസ്തു രഹസ്യമായെന്ന് സഭയെ ചേർത്ത് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞുള്ളൂ. അതിന് നിങ്ങളുടെ ആരുടെ കർത്താവ് അനുവാദം ചോദിച്ചിട്ടില്ല. ഈ പോകുന്ന പോകൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മാല പറിച്ചുകൊണ്ട് പോകുകയോ അല്ലെ പശുവിനെ മുട്ടിച്ചുകൊണ്ട് പോവുകയോ ചെയ്യത്തില്ല. ഈ ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടുണ്ട് ഇസ്രായേലിലുള്ള മാലയും ആഭരണവും എല്ലാം കൂടെ അവരുടെ മേടിച്ചുകൊണ്ട് പോയത് എന്ന് പറയും പോലെ സഭ സ്വർഗത്തിൽ ഇവിടെ കിടക്കുന്ന ആരുടെ ഒരു സാധനം പറിച്ചുകൊണ്ട് പോകത്തില്ല. നിങ്ങൾക്ക് ആർക്കും കാൽ കാശിന്റെ ചെലവുണ്ടാകത്തില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു ടീച്ചിങ്ങിനോട് വളരെ വൈകാരികമായിട്ട് ശത്രുതാ മനോഭാവത്തോട് പ്രതികരിക്കുന്നത്? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവും നമ്മെ രഹസ്യത്തിൽ സ്വർഗത്തിൽ ചേർക്കുകയും ചെയ്യുന്നുള്ളത്. ഇതിനു വേണ്ടി സഭ ഒരുങ്ങിയിരുന്നാൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി താൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് അരുളിച്ചത് വചനം പോലെ ദൈവം സഭയെ ഭൂമിയിൽ ചേർക്കും. ഒരിക്കൽ നാം ഭൂമിയിൽ നിന്ന് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സാത്താന് നമ്മൾ ഒരു പ്രതീക്ഷയും വെക്കാൻ ഒക്കത്തില്ല. എന്ന് മാത്രമല്ല, നമ്മളെ ഭയപ്പെട്ട് മാത്രമേ സാത്താന് ശിഷ്ടായുസ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകളുടെ വിരുദ്ധ തെറ്റിച്ച് കളയുക. നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഫൈനൽ പോയിന്റ് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പം അവിടെ തള്ളപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ സാത്താന്റെ വായിലാണ്, ഒരിക്കലും നമ്മൾ പിന്നെ രക്ഷപ്പെടത്തില്ല. അപ്പോ സാത്താന്റെ വായിൽ കിട്ടുമെന്ന് താൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ അല്ല, കർത്താവ് രഹസ്യവരവിൽ നിങ്ങളെ ചേർത്തുകൊള്ളൂ എന്നുള്ള ഉപദേശം ഞാൻ പഠിപ്പിച്ചവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുമ്പോൾ അവിടെ നഷ്ടം മുഴുവനും സാത്താനായതുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങളും ആശയും പ്രത്യാശയും
അവന്റെ മനക്കോട്ടകൾ ഇടിക്കുന്ന വിഷയമാണിതെന്നുള്ളത് കൊണ്ട് ഇത് പഠിപ്പിക്കുവാൻ സാത്താൻ സമ്മതിക്കത്തില്ല. നമ്മളിപ്പോൾ സാത്താന്റെ പേരോളിലല്ല ആ പുള്ളിക്കാരൻ്റെ അനുവാദം മേടിച്ചത് പഠിപ്പിക്കാൻ. ഇനി ഈ വിഷയത്തിനെതിരായിട്ട് രഹസ്യ വരവ് എന്നൊന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളും പറയുന്ന ആളുകളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് മാത്രമല്ല, ദൈവവിഷയമായ വളരെ ഗൗരവം അർഹിക്കുന്ന 6 കാര്യങ്ങൾ, ഇതിലൊന്നാണ് ഇത് കേട്ടോ, 6 കാര്യങ്ങൾ രഹസ്യമാണ്. അത് ആരായുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ട് രഹസ്യമായിരിക്കുന്നത്? കാരണം കാര്യങ്ങളെ മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ ഹിതവും രഹസ്യങ്ങളെ ആരായുന്നത് രാജാക്കന്മാർക്ക് ഉചിതമായ കാര്യങ്ങളാണ്. നാം രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട് രഹസ്യങ്ങളെ ആരായുവാൻ ബാധ്യസ്ഥരാണ്. ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ രാജാവിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. കർത്താവ് നമ്മളെ രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമെന്ന് നമ്മളെ മുദ്ര കുത്തി മാറ്റിയിരിക്കെ ദൈവത്തിന്റെ രഹസ്യങ്ങൾ എന്തുകൊണ്ട് ആരായുന്നില്ല എന്ന ചോദ്യത്തിന് ദൈവമുമ്പാകെ നാം മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ കർത്താവിന്റെ രഹസ്യവരവെന്നുള്ളത് ഈ മറ്റ് 6 കാര്യങ്ങൾ, മറ്റ് 5 കാര്യങ്ങൾ, ഇതുൾപ്പെടെ 6 രഹസ്യമായ കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ്. അപ്പം ബാക്കി കാര്യങ്ങളും ഇതിനോട് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓരോന്നും ഇതുപോലെ ക്ലാസ് എടുക്കുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ രഹസ്യവരവ്, ചിലർ ചോദിക്കും കർത്താവിന്റെ രഹസ്യവരവിനെ പറ്റി അതിന് ഉപോദ്ബലകമായ ഒരു വാക്യമെങ്കിലും വേദപുസ്തകത്തിൽ കാണിച്ചു തരാമോ? ഒരൊറ്റ വാക്യമെങ്കിലും കാണിച്ചു തരാമോ? ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യമാണ്, അത് രഹസ്യമാണെങ്കിൽ പിന്നെ പരസ്യമാക്കേണ്ട കാര്യമുണ്ടോ? രഹസ്യവരവ് രഹസ്യമായോണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ട് രഹസ്യവരവ് ഇല്ലെന്ന് പറയുന്നത്? അത് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? അത് രഹസ്യമായതുകൊണ്ട്. അത് രഹസ്യമാണ്. അതാ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, അത് രഹസ്യമാണ്. Then the next thing, is it a doctrine of the Bible or not? ഇത് വേദപുസ്തകത്തിന്റെ ഉപദേശമാണോ അല്ലയോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ട് ഒരു കാര്യം ഉപദേശമാകുന്നു എന്നുള്ളത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഉപദേശമാകണമെങ്കിൽ ഒന്ന്, വിശുദ്ധ പഴയ നിയമം ആ കാര്യം പറഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ കാര്യം സ്ഥിരീകരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ കാര്യം സ്ഥിരീകരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. പബ്ലിക് സ്പീച്ചിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡോക്ട്രിൻ അല്ല. ഉദാഹരണം, ഒരു ചെറുപ്പക്കാരന് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കണം, കൊള്ളാം, ഫാന്റാസ്റ്റിക് ഐഡിയ, നിനക്കുള്ള മുഴുവൻ വിറ്റ് എനിക്ക് തരാനല്ല പറഞ്ഞത്, പിന്നെ ദരിദ്രന്മാർ കൊടുത്തേക്കാൻ, കൊടുത്തിട്ട് നിന്റെ കാശ് മുഴുവൻ ഒറ്റ പൈസ ഇല്ല എന്ന് വരുമ്പോൾ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. ഇതാണോ ഒരാളെ ശിഷ്യനാകാനുള്ള, കർത്താവിൻ്റെ ശിഷ്യനാകാനുള്ള ഡോക്ട്രിൻ? അല്ല. ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ആ മനുഷ്യന് വേണ്ടി മാത്രം പറഞ്ഞ കാര്യമാണ്. അല്ല, ഡിസൈപ്പിൾഷിപ്പിന് ഇനവിറ്റബിൾ ആയ ഒരു കാര്യമല്ലിത്. പക്ഷെ ചില സഭകൾ, പ്രത്യേകിച്ച് TPM പോലുള്ള സഭകൾ, അവരൊരാൾ ശുശ്രൂഷനാണെങ്കിൽ ഈ വാക്യം എടുത്തിട്ട് മുഴുവൻ വിറ്റ് എവിടെ ഇവിടെ കൊണ്ടുവരണം, അപ്പോസ്തലന്മാരുടെ കാൽക്ക വെക്കണം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇവിടെ സുവിശേഷകർക്ക് ജോയിൻ ചെയ്യാൻ. അപ്പോൾ അവര് ഇതൊരു ഡോക്ട്രിനായിട്ട് കാണുന്നുവെങ്കിൽ അത് ഡോക്ട്രിൻ അല്ല. കർത്താവ് പറഞ്ഞതെല്ലാം ഡോക്ട്രിൻ അല്ല, പക്ഷേ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്താണ് ഡോക്ട്രിൻ. അവിടെ കൊണ്ടും തീർന്നില്ല, ശിഷ്യന്മാരത് പഠിപ്പിക്കണം. ശിഷ്യന്മാർ പഠിപ്പിച്ചുകൊണ്ട് തീരുന്നില്ല, അവർ സഭകൾക്ക് ഇത് ഉപദേശമാണ് എന്ന് എഴുതണം. നോ സൗണ്ട്. എൻ്റെ ശബ്ദം കേൾക്കാമോ? ആകെ ഇത്ര ശബ്ദമുള്ളൂ, അതിനെ കുറെ കൂടെ ഓർക്ക പറയണം. കേൾക്കാം പാസ്റ്ററെ, കേൾക്കാം. അപ്പോൾ ആരോ ഒരാൾക്ക് കേൾക്കുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ കുഴപ്പമായിരിക്കും. എനിക്കെന്തോ ഇതിനപ്പുറം ഒന്നും കഴിയത്തില്ല, സോറി. ഓക്കെ, സോ വി ആർ കമ്മിങ് ബാക്ക് ടു, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിൽ മാത്രമേ വേദപുസ്തകത്തിൽ ഒരു ഡോക്ട്രിൻ ഉണ്ടാകുന്നുള്ളൂ.
അപ്പൊ ഇനിയും ദ ഡോക്ട്രിൻ ഓഫ് ദ റാപ്ചർ ഓർ ദി സെക്കൻഡ് കമ്മിങ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് എ ബിബ്ലിക്കൽ ഡോക്ട്രിൻ? ന്യൂ ടെസ്റ്റ്മെന്റ് ഡോക്ട്രിൻ എന്ന് മാത്രം പറയരുത്, ഈസ് ഇറ്റ് എ ബിബ്ലിക്കൽ ഡോക്ട്രിൻ? അതാണ് ചോദ്യം. അത് ബിബ്ലിക്കൽ ഡോക്ട്രിൻ ആണ് എന്ന് തെളിയിക്കാതെ ഒരിക്കലും രഹസ്യവരവുണ്ട് എന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ആഫ്റ്റർ ഓൾ, വാട്ട് ഈസ് മെൻ ബൈ സീക്രട്ട് കമ്മിങ്? രഹസ്യവരവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ഒരു 7 വർഷം ഈ ഭൂമിയിൽ മഹോപദ്രവകാലം എന്നൊന്നുണ്ടാകും. ഈ മഹോപദ്രവകാലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറുന്നത് കൊണ്ട് ദുഷ്ടനായ സാത്താന് പ്രവർത്തന സ്വാതന്ത്ര്യം ഉള്ള കാലഘട്ടമെന്നാണ് ഈ മഹോപദ്രവകാലത്തെ അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പീരിയഡ് ഓഫ് ഗ്രേറ്റ് ട്രിബുലേഷൻ? അതെനിക്ക് സമയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ പറയത്തില്ല. മഹോപദ്രവകാലത്തിനൊരു പർപ്പസ് ഉണ്ട്. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പിൽ ദൈവത്തിന്റെ പർപ്പസ് ഉണ്ട്. കൃത്യമായ ഉദ്ദേശമില്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. ഈ മഹോപദ്രവകാലം ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുൻപ് ഒരാളും അറിയാതെ പൂർണ്ണ രഹസ്യമായി ജീവിച്ചിരിക്കുന്ന ദൈവമക്കളും മരിച്ചുപോയ വിശുദ്ധന്മാരും ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതിനാണ് രഹസ്യവരവ് എന്ന് പറയുന്നത്. ഇതാണ് രഹസ്യവരവ്. ഈ രഹസ്യവരവിന്റെ പർപ്പസസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ രഹസ്യവരവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന്, ദ പർപ്പസസ് ഓഫ് ദി സീക്രട്ട് കമ്മിങ്. ആ പർപ്പസ് ഓഫ് ദ സീക്രട്ട് കമ്മിങ് എന്നുള്ളത് ഞാൻ ഇന്ന് പറയാൻ നമുക്ക് സമയം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ കാര്യം, the role or the space of the secret coming in the end time program of the Lord. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ, ലോകാവസാനത്തോടുകൂടി സംഭവിക്കേണ്ടതായ കുറെ കാര്യങ്ങളുടെ ഒരു പ്രോഗ്രാം ഷീറ്റ് ഉണ്ടാക്കി. ഈ പ്രോഗ്രാം ഷീറ്റിൽ എഴുതി വച്ചിരിക്കുന്ന ഒന്നാണ് രഹസ്യവരം എന്നുള്ളത്. അതുകൊണ്ട് അതെപ്പോൾ സംഭവിക്കണം എന്നുള്ളത് ആ പ്രോഗ്രാം അനുസരിച്ച് ഇന്നപ്പോൾ സംഭവിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് ദ ടൈം വെൻ ഇറ്റ് ഷുഡ് ടേക്ക് പ്ലേസ്. ചിലർ ചോദിക്കും, അത് ഈ മഹോദരകാലത്തിന് മുമ്പ് തന്നെ വരുമെന്ന് എന്തോ തെളിവുണ്ട്? തെളിവുണ്ട്. അപ്പൊ നമുക്ക് ആ തെളിവുകൾ ഓരോന്നായിട്ട് ആദ്യം വിശുദ്ധ തിരുവെഴുത്തുകൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം നമുക്ക് മുൻപോട്ട് പോകാം. അതിനാധാരമായി ആദ്യം നമുക്ക് വിശുദ്ധ പഴയ നിയമത്തിൽ തന്നെ പോകണം. വിശുദ്ധ പഴയ നിയമത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഹീബ്രു ബൈബിൾ വായിച്ച് കേൾപ്പിച്ചതായിരുന്നു പറഞ്ഞിരിക്കുന്നത്, ഹീബ്രു ലാംഗ്വേജിൽ തന്നെ. ഇന്നത് ഇംഗ്ലീഷിൽ കൂടെ വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് ആധാരമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ആശ്വസിച്ചിട്ട് ഒന്ന് വായിച്ചാട്ട്. ആശയ്ക്കൊന്ന് പ്ലീസ് അൺമ്യൂട്ട് ആശ. പ്ലീസ് അൺമ്യൂട്ട് ആശ. Yes, sir. Yes. Asha, you got unmuted? Yes. ഇനി വായിച്ചാട്ടോ. യെശയ്യാ 26:20 കേൾക്കാമോ? കേൾക്കാമല്ലോ. Okay. ചെവി അടയ്ക്കുന്നത് കേൾക്കാം. എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ ആശ? അതെ. ആ, വായിച്ചാട്ടെ. Come, my people, enter thou into thy chambers, and shut thy doors about thee. Hide thyself as it were for a little moment, until the indignation be overpast. ഓക്കെ, നമ്മുടെ വിശുദ്ധ തിരുവെഴുത്തുകൾ ആദ്യമായി എഴുതിയത് എബ്രായ മൂലഭാഷയിലാണെന്ന് നിങ്ങൾക്കറിയാം.
അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ലക് മീൻസ് കം, എഴുന്നേറ്റ് വരാൻ. മൈ പീപ്പിൾ, എന്റെ ജനമേ, ലോകത്തുള്ള സകല മനുഷ്യരോടുമല്ല പറഞ്ഞ്, എന്റെ വിശുദ്ധ ജനമേ നിങ്ങൾ എഴുന്നേറ്റ് വരുവാൻ. ബൗ, എൻറ്റർ ഇൻ ടു, പ്രവേശിച്ചു കൊള്ളുക. എവിടെ പ്രവേശിക്കുക? ബഹദർഖ മീൻസ് നിങ്ങൾക്ക് ഇരിക്കാനുള്ള ചേംബർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വാസസ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് പ്രവേശിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഉസഗോർ എന്ന് പറഞ്ഞാൽ അടയ്ക്കണം. എന്തിനെ അടയ്ക്കണം? ദലേറ്റഖ, അതിന്റെ വാതിലും അടയ്ക്കണം. അതിന്റെ വാതിലടയ്ക്കണം. മീൻസ് ബിഹൈൻഡ് യു, നിങ്ങളുടെ പുറകിൽ വാതിലടയ്ക്കണം. എന്നിട്ട് ഹബി മീൻസ് ഹൈഡ് യുവർ സെൽഫ്, ഒളിച്ചിരിക്കുക, നിങ്ങളെ ആരും കാണരുത്. കിമരഗ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, എത്ര നേരത്തേക്ക്? അൺടിൽ, ഇതുവരെ. ഏതുവരെ? അബാർ, കടന്നു പോകുന്നത് വരെ. ഏത് കടന്നു പോകുന്നവരെ? ZAAM, ഇംഗ്ലീഷ് എഴുതണമെന്ന് എഴുതിക്കോണം. ZAAM, സആം എന്ന വേർഡിന്റെ അർത്ഥം മഹോപദ്രവകാലം എന്നാണ്. മഹോപദ്രവകാലം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിടത്ത് മാത്രമേ പഴയ നിയമത്തിൽ ഈ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ ജനമേ, നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ മുറിക്കകത്ത് കടന്നിട്ട് വാതിലടച്ചോണം, ആരും നിങ്ങളെ കാണരുത്. കുറച്ചു നേരം നിങ്ങളോട് അനങ്ങാതിരിക്കണം. എത്ര നേരം? കിമരാഗ, കുറച്ചു നേരം ഇരുന്നേച്ചാ മതി. എന്താ അവിടെ ഇരിക്കാൻ കാരണം എന്ന് പറയുന്നത്? കാരണം അബാർ, കടന്നു പോകുന്നത് വരെ. ആര് കടന്നു പോകുന്നത് വരെ? മഹോപദ്രവം കടന്നു പോകുന്നത് വരെ. അപ്പൊ അതിനർത്ഥം എന്താ? മഹോപദ്രവം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടെ വരണം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രഹസ്യ സ്ഥലമായിരിക്കും. അപ്പം നിങ്ങൾ എവിടെയെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന് നിങ്ങളെ കണ്ടെത്താൻ കഴിയത്തില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ രഹസ്യ സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. എത്ര നേരം ഇരിക്കണം? ക്രോധം കടന്ന് പോകുന്നത് വരെ എന്ന് പറഞ്ഞാൽ മഹോപദ്രവകാലം തീരുന്നത് വരെ നിങ്ങൾ ഇതിനകത്തിരുന്നോണം. യെശയ്യാ പ്രവാചകനിൽ കൂടെ സ്വർഗസ്ഥനായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ വിശുദ്ധ എബ്രായ ഭാഷയിൽ എഴുതി തന്ന വചനങ്ങൾ അതേ ഭാഷയിൽ വായിച്ച് ഞാൻ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പൊരുൾ തിരിച്ചു തന്നതാണ്. അപ്പൊ ഇവിടെ എത്ര കാര്യം നമുക്ക് മനസ്സിലായി? ഒന്ന്, മഹോപദ്രവം എന്നൊരു കാലമുണ്ട്. രണ്ട്, നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കരുത്. മൂന്ന്, നിങ്ങൾ എവിടെ ആയിരിക്കണം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആ രഹസ്യ മുറിയിൽ, ചേംബറിലായിരിക്കണം, കതകടച്ചിരിക്കണം. എത്ര നാളിരിക്കണം? ഈ മഹോദരവും കടന്നു പോകുന്നത് വരെ. അങ്ങനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എപ്പോഴവിടെ വരേണ്ടത്? മഹോദരം ആരംഭിക്കുന്നതിന് മുൻപല്ലേ? മഹോദരം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ വന്നെങ്കിലേ മഹോദരവം കഴിയുന്നത് വരെ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ എന്താണ്? മഹോപദ്രവം എന്ന് പറയുന്ന ഈ കാലത്ത് ദൈവസഭ, വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ഇല്ല. എന്തുകൊണ്ട് വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ഇല്ല? അതിന് ധാരാളം റീസൺസ് ഉണ്ട്. അതിന്റെ രണ്ട് റീസൺസ് ഓടിച്ച് ഞാൻ പറയാം. ഒന്ന്, മഹോപദ്രവം നമുക്ക് വേണ്ടി ഉള്ളതല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവസഭയ്ക്ക് വേണ്ടി ഉള്ളതല്ല മഹോപദ്രവം. അത് വേറെ പേർപ്പസ് ആണ്, വേറെ ആളുകൾക്ക് വേണ്ടിയാണ്, വേറെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. അത് നമുക്ക് മഹോപദ്രവം എന്ന വിഷയം എടുക്കുവാണെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾ താല്പര്യപ്പെടുകയാണെങ്കിൽ ഞാൻ ആ മഹോപദ്രവം എന്ന വിഷയം എടുക്കാം കേട്ടോ. ഇപ്പം നമുക്കത് മുഴുവൻ പറയാൻ പറ്റത്തില്ല. അപ്പം ഒന്നും നമുക്കുള്ളതല്ല. സെക്കൻഡ്ലി, ഭൂമിയിൽ മഹോപദ്രവം നടക്കുന്ന ഇതേ സമയത്ത് ദൈവസഭയ്ക്ക് സ്വർഗത്തിൽ പിതാവുമായിട്ടും പുത്രനുമായിട്ടും
പരിശുദ്ധാത്മാവായിട്ടും ചേർന്നിരുന്ന് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുണ്ട്. ഭൂമിയിൽ മഹോപദ്രം നടക്കുന്ന ഇതേ സമയത്ത് അറ്റ് ദ സെയിം ടൈം കറസ്പോണ്ടിങ് ആയിട്ട് ദൈവസഭയ്ക്ക് സ്വർഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഈ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉള്ളത് കൊണ്ട് ഇവിടെ ഭൂമിയിൽ ഈ ആരുമായിട്ട് എതിർ ക്രിസ്തുവായിട്ട് ഗുസ്തി പിടിക്കാൻ നമുക്ക് സമയമില്ലെന്നേ. എതിർ ക്രിസ്തുവിനോട് ഗുസ്തി പിടിച്ച നിന്റെ നമ്പറൊന്നും ഞങ്ങളുടെ കൊണ്ടിരിക്കാൻ ഒക്കത്തില്ല, ഞാൻ രക്തസാക്ഷിയാവാൻ തലവെച്ച് തരാൻ പോവാണ് എന്നൊന്നും പറയാൻ നമുക്ക് നേരമില്ല. അനീഷ് ബ്രദറെ കേട്ടോ, നമ്മുടെ അനീഷ് കെ ജോസ് ബ്രദറിനോട് പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? പടമൊക്കെ വെച്ചിട്ട് പൊക്കളെന്ന് തോന്നുന്നു. ആരും പടം വെച്ച് വെച്ചിട്ട് പൊക്കളരുത് കേട്ടോ, സത്യം ചെയ്യുന്നോളാം. നമുക്ക് സാത്താനോട് മല്ലടിക്കാൻ ഇവിടെ സമയമില്ല. നമുക്ക് വേറെ കാര്യം അവിടെ പോയി ചെയ്യാനുണ്ട്. ഇത് വിശുദ്ധ പഴയ നിയമത്തും ഡോക്ട്രിനായിട്ട് പറഞ്ഞതാണെന്ന് ആരാ സ്ഥിരീകരിക്കേണ്ടത്? വിശുദ്ധ പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്ഥിരീകരിക്കണം. ഇനി ചോദ്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമുക്കതിനാധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ശേഷം നമുക്ക് കൊണ്ടുപോകാം. യോഹന്നാന്റെ സുവിശേഷം 14:3. യെസ്, 2-3. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം എന്റെ പിതാവിന്റെ അടുത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക. എന്തിനു വേണ്ടി? ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞിട്ട് എന്തെന്നറിയാമോ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ യെശയ്യാവ് പറഞ്ഞ അതേ കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എടുത്ത് പറഞ്ഞ് സ്ഥിരീകരിച്ചു. ഓൾമോസ്റ്റ് ദ സെയിം വേർഡ്സ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ ഇത് ഉറപ്പാണ്. ഇനി നമുക്ക് ഈ രഹസ്യവരവ് എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ, സൂചന ആദ്യം പറഞ്ഞത് ഭൂമിയിലെ ആദ്യത്തെ പ്രവാചകനായിരുന്ന ഹാനോക്കാണ്. ഹാനോക്കായിരുന്നു ആദ്യത്തെ മനുഷ്യനായ പ്രവാചകൻ. ആദ്യത്തെ പ്രവാചകൻ ദൈവമായിരുന്നു ഭൂമിയിൽ. ആദ്യത്തെ പ്രവചനം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ളതായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രവാചകൻ, മനുഷ്യനായ പ്രവാചകൻ ആര്? ഹാനോക്കായിരുന്നു. ഹാനോക്ക് പറഞ്ഞു, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഭക്തികെട്ട ലോകത്തെ ന്യായം വിധിക്കുവാൻ വരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ യൂദായുടെ ലേഖനം 15-ാം വാക്യത്തിൽ നിന്ന് ആ കാര്യം വായിച്ചു. യൂദ അത് കോട്ട് ചെയ്യാണ്. എവിടെ നിന്ന് കോട്ട് ചെയ്യാണ്? ജെറുസലേം തൽമൂദിൽ നിന്ന് കോട്ട് ചെയ്യാണ്. കാരണം വിശുദ്ധ പഴയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ജെറുസലേം തൽമൂദിൽ നിന്ന് ആ കാര്യം എടുത്ത് യൂദ നമുക്ക് കോട്ട് ചെയ്ത് പറഞ്ഞു തന്നു. അപ്പോ എങ്ങനെയാ കർത്താവ് ഭക്തികെട്ട ലോകത്തെ ന്യായം വിധിക്കാൻ വരുന്നത്? അതായത് മഹോദ്ധര കാലത്തിന്റെ അവസാനം ലോകത്തെ ന്യായം വിധിക്കുന്ന ന്യായാധിപതിയായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇറങ്ങി വരുമ്പോൾ ആരുമായിട്ട് വരുന്നു? 1000 വിശുദ്ധന്മാരുമായിട്ട്. ആരാണ് 1000 വിശുദ്ധന്മാർ? ദൈവസഭ. ദൈവസഭയുമായിട്ട് സ്വർഗത്തിൽ നിന്ന് വരണമെങ്കിൽ സഭ അതിനു മുമ്പ് സ്വർഗത്തിൽ എടുക്കപ്പെട്ടിരിക്കണം. കണ്ടോ, സഭയുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്തുവാ? അതിനു മുമ്പ് സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ടിരിക്കണം. അപ്പൊ അതാണ് ഈ രഹസ്യവരവിന്റെ ഒന്നാമത്തെ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത്. ഇനിയും അടുത്ത കാര്യം, അപ്പം വിശുദ്ധ പഴയ നിയമത്തിൽ സൂചിപ്പിച്ചു, വ്യക്തമായി എഴുതി, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഇതിന്റെ രഹസ്യ സ്വഭാവം തെളിയിക്കുന്ന ചില വാക്യങ്ങളിലേക്ക് ഓടിച്ചു പോകണം.
അതിനാധാരമായിട്ട് എനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 51 മുതൽ ഉള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു. അല്ലേ ആശ സിസ്റ്ററെ? ആണോ? അടുത്ത 1 തെസ്സലോനിക്കൻസ് 1 അതിനു മുമ്പ് നമുക്ക് 1 കൊരിന്ത്യർ ഒന്ന് വായിക്കണം. 1 കൊരിന്ത്യർ 15 ഏത് വാക്യങ്ങളൊക്കെയാണ്? 51-54. 51 തൊട്ട് 54 വരെ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കൂടെ വായിക്കാൻ പറഞ്ഞ ആശ്വാസിഷ്ട ചിലപ്പോൾ ദേഷ്യം വരും. അതുകൊണ്ട് ഒരു പ്രാവശ്യം വായിക്കത്തുള്ളൂ. ഓക്കെ, വായിച്ചോ. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയും. ഇല്ല, പെട്രോൾ ഒത്തിരി അടിക്കരുത്. നമുക്ക് കുറച്ച് പതുക്കെ പോണേ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ മിസ്റ്ററി. ഒരു രഹസ്യം പറ. രഹസ്യപരമാവുന്ന കർത്താവ് അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഒരു മർമ്മം നിങ്ങളോട് പറയാം. അടുത്തത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബാബുജോൺ സാർ എപ്പോഴും ക്ലാസ് എടുക്കുകയും ഞങ്ങൾ അവിടെ നിന്ന് ഉറങ്ങുകയും ചെയ്യുമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ എല്ലാവരും മരിച്ചു പോകത്തില്ല. അടുത്തത്, എന്നാൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും കാഹളനാദത്തിങ്കൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കാഹളം ധ്വനിക്കുമെന്നാണ്. ഇനി കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ മീൻസ് ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐസ് ടൈം. ആർക്കെങ്കിലും കാണാൻ സമയം കിട്ടുമോ? കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അടുത്തത്, കാഹളം ധ്വനിക്കും. എന്തിന്? സഭയെ വിളിച്ചു ചേർക്കുവാനുള്ള കാഹളം ധ്വനിക്കും. ഈ കാഹളം ധ്വനിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം, ഈ കാഹളം നമ്മളെ മാറ്റുന്നതിനല്ല, കർത്താവ് ഇങ്ങോട്ട് വരുന്നതിനല്ല, നമ്മളെ ഇവിടുന്ന് എടുക്കുന്നതിനുള്ള കാഹളം ധ്വനിക്കും. അടുത്തത്, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേക്കെന്ന് പറഞ്ഞാൽ, ക്യാൻസർ വന്ന ഒരാൾ മരിച്ചത് എഴുന്നേറ്റ് പോയോ എന്റെ കുഞ്ഞെ വയ്യടാ, വയറ്റിനകത്തില്ലായിരുന്നു ക്യാൻസർ, അത് മാറിയില്ല, മാറുന്നതിന് മുമ്പ് മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാൻസറോടുകൂടി അല്ല ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. നമ്മള് അക്ഷയരായി, ക്ഷയമുള്ള ശരീരത്തിൽ മരിച്ചു, അക്ഷയമായ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അടുത്തത്, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. തീർന്ന ഭാഷ. ഇല്ല, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. നോക്കി, ഈ മർത്യമായത് മരിക്കുന്നത് അമർത്യത്തെ ധരിക്കണം. പിന്നെ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കുമ്പോൾ എന്തോ സംഭവിക്കും? ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങി എന്ന് പറഞ്ഞാൽ മരണത്തിന് നമ്മുടെ മേൽ ഇനി അധികാരമില്ലെന്നാണ്. മരണത്തിന് നമ്മുടെ മേൽ ഇനിയും മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇപ്പം ഇതിന്റെ രഹസ്യ സ്വഭാവം മുഴുവൻ വാക്യങ്ങളിലും ഉണ്ട്. ഇനി നമ്മൾ 1 തെസ്സലോനി 4:16-17 വരികയാണ്. വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കൻസ് 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതാണ് അതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ. ഇതെങ്ങനാ സംഭവിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. 3 ശബ്ദം ഒരുമിച്ച് മുഴക്കിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് വരും. ഇനി കേട്ടോണേ, രഹസ്യവരവില്ല എന്ന് പറയുന്ന ആളുകൾ പറയാനുള്ള ഒരു റീസൺ അവർ പറയുന്നത്, ഈ 3 ശബ്ദം ഒരുമിച്ച് കേൾക്കുമ്പം ചിടാ
മനുഷ്യനത് കേൾക്കാതിരിക്കണമെങ്കിൽ അവൻ കണ്ണുകൊണ്ടനായിരിക്കണം, അല്ല ചെവി ഇല്ലാത്തവനായിരിക്കണം, അല്ലേ? ഇത്രയും 3 ശബ്ദം ഒരുമിച്ച് വന്നിട്ട് ഇത് രഹസ്യമാണെന്ന് പറഞ്ഞാൽ നോക്കി, ആന രഹസ്യമായിട്ട് കൊല വിളിച്ചു എന്ന് പറയാൻ പോലിരിക്കും. സിംഹം രഹസ്യമായിട്ട് പതുക്കെ ആരും കേൾക്കാത്ത പോലെ ഗർജിച്ചു എന്ന് പറയുമ്പോൾ ഇല്ലയോ ഈ 3 ശബ്ദം വരുമ്പോൾ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാം. നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ല, പക്ഷേ നമ്മൾ രഹസ്യമായിട്ട് ഇറക്കപ്പെടത്തില്ലെന്ന് പറയുന്ന ആള് ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ലണ്ടനിൽ ഇരുന്ന് ഇപ്പം ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. വേറെ ആളുകൾ എത്രയോ പേരവിടെ ഉണ്ട്, അവരെല്ലാം കേൾക്കുന്നുണ്ട്? ഇല്ലല്ലോ. നിങ്ങളുടെ അയലോക്കത്ത് എത്രയോ പേരുണ്ട്, അവർ കേൾക്കുന്നുണ്ടോ? ഇത് ഇല്ലല്ലോ. എന്താ നിങ്ങൾ കേൾക്കാൻ കാരണം? നിങ്ങളെയും എന്നെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സൂം കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്നു. ഇതുപോലെ ദൈവമക്കളെയും ദൈവത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പരിശുദ്ധാത്മാവെന്ന ഒരാള് നമുക്കിടയിലുണ്ട്. ആ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. നമ്മളത് കേൾക്കും. ഇല്ലാത്തവരോ കേൾക്കത്തില്ല. അത്രയുള്ള എൻ്റെ കാര്യം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി ഈ 3 ശബ്ദങ്ങളുടെ പ്രത്യേകത. ഒന്ന്, ഗംഭീരനാഥം. ഈ ഗംഭീരനാഥം എന്ന് പറയുന്നത് എന്തിനെന്നറിയാമോ? വഴിയിൽ തടുക്കുന്നതാ. ഈ ലോകം മുഴുവൻ അന്ധകാര ശക്തികളുടെ പിശാചിന്റെയാണ്. ഇത് മുഴുവൻ സാത്താന്റെ കീഴിൽ കിടക്കുക. ഈ സാത്താന്റെ കീഴിൽ കിടക്കുന്ന ദുഷ്ടശക്തികളുടെ വാണിംഗ് ആണ് ഗംഭീരനാഥം. അത് that means the king of king is coming. പ്രധാന ദൂതന്റെ ശബ്ദം ഈ ഡിമോണിക് ഫോഴ്സസിനെ അകറ്റുന്നതിനാണ്. ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കള് കാഹളം കേൾക്കുമ്പോൾ അവരുടെ കൂടാരം മാറി എന്നറിയുന്നതിന് വേണ്ടിയാണ്. ഈ ഗംഭീരനാഥത്തിന്റെ വേറൊരു പേർപ്പസ് എന്താണെന്നറിയാമോ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദവും. അപ്പം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്ന ഇപ്പോൾ വന്നുവരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം മരിച്ച് വിശ്രമിക്കുന്ന ജനത്തെ ഉണർത്തും, ദുഷ്ടനെ മാറ്റിക്കളയും. പ്രധാനത്തിന്റെ ശബ്ദം അന്ധകാര ശക്തികളെ അകറ്റിക്കളയുന്നതിനും, ഇനിയും ദൈവത്തിന്റെ കാഹളം ജീവിച്ചിരിക്കുന്ന ദൈവമക്കളോട് കൂടാരം മാറി എന്ന് പറയാനുമാണ്. അപ്പൊ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പക്ഷെ ഭൂമിയിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്കെന്താ പറ്റും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താണ്? കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അത് കഴിയുമ്പോ ജീവനോടിരിക്കുന്ന നാം എന്ത് ചെയ്യും? രൂപാന്തരപ്പെട്ടിട്ട് അവരോടനുബന്ധിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞതിനർത്ഥം കർത്താവ് എവിടെ വരെ വന്നുള്ളൂ? മേഘങ്ങൾ വരെ വന്നുള്ളൂ. ഭൂമിയിൽ കർത്താവ് വന്നില്ല, മേഘങ്ങൾ വരെ വന്നുള്ളൂ. അത് കർത്താവിന്റെ 2ാം വരവിന്റെ 1ാമത്തെ ആസ്പെക്റ്റ് ആണ്. കർത്താവിന്റെ 2ാം വരവിന്റെ ഒരു 2ാം വരവേ ഉള്ളൂ. അതിന് 2 ആസ്പെക്ട് ഉണ്ട്. only 1 second coming with 2 aspects. 1ാമത്തെ ആസ്പെക്റ്റിൽ കർത്താവ് എവിടെ വരെ വന്നുള്ളൂ? മേഘങ്ങളിൽ വരെ വന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഭൂമിയിൽ നിന്ന് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങൾ എടുക്കപ്പെട്ടു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ കാര്യങ്ങളെപ്പറ്റി എന്തുമാത്രം സ്ഥിരീകരണമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നിട്ടുള്ളതിനെ പറ്റി ചില കാര്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടും. നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12ാം അധ്യായത്തിന്റെ 40ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം
12-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പേൻ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ഈ രഹസ്യ വരവിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം ദ എക്സാക്ട് ടൈം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ആരെങ്കിലും ഇന്ന് വരെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുമില്ല. ശ്രദ്ധിച്ചോണേ. അപ്പം കർത്താവിന്റെ രഹസ്യ വരവെന്നുള്ളത് മഹോപദ്രവ കാലത്തിന്റെ അവസാനമല്ല. എന്തുകൊണ്ട്? മഹോപദ്രവം 7 വർഷം കൊണ്ട് അവസാനിക്കും. അതിന്റെ അവസാനം ഇത്ര സെക്കൻഡ്, ഇത്ര മിനിറ്റ് എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയും, അല്ലേ? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത സമയത്ത് നമ്മുടെ കർത്താവ് വരുമെന്നാണ്. യെശയ്യാപ്രവചനം നമ്മൾ അത് വ്യക്തമായിട്ട് വായിച്ചു കേൾപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഇനി മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ഇത് കാര്യം സ്ഥിരീകരിക്കുന്നതാണ്. 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കാം. 32, 33 വായിച്ചാട്ടെ. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇത് രഹസ്യമാണെന്ന് പറയാൻ കാരണം ആ നാളും നാഴികയും പറ്റി ആരും അറിയുന്നില്ല. ഓൺലി വൺ പേഴ്സൺ നോസ്, അത് പിതാവായ ദൈവമാണ്. 33-ാം വാക്യം. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവേൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പേൻ. ബാക്കിയോടെ വായിച്ചു. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽകാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയാത്തത് കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ. യെസ്, കേട്ടോ. അപ്പൊ കീപ് എവേക്ക് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ് ആണ്, ആത്മീയ ഉണർന്നിരിക്കും. കാരണം നിങ്ങൾ കണക്ക് കൂട്ടുന്ന സമയത്തായിരിക്കത്തില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നത്. അതിന്റെ രഹസ്യപരവിനെ പറ്റി പറയാം. ഇനി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പേൻ. നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പേൻ എന്ന് പറഞ്ഞു. ഇനിയും മത്തായിയുടെ സുവിശേഷം 25-ന്റെ 6-ലോ, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. ഓക്കെ, ഇവിടെ അർദ്ധരാത്രി എന്ന് പറയുന്നത് സ്പിരിച്വൽ സ്ലംബർ ആണ്. എന്ന് പറഞ്ഞാൽ അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്വം ഇവിടെ വരുന്നു പറഞ്ഞ് കുറെ പെന്തക്കോസുകാർ പ്രസംഗിക്കുന്നത് കൊല്ലം 2000 ആയല്ലോ, ഇതുവരെയും വന്നില്ലല്ലോ, ഇനി എന്ന് വരാനാണ്. അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്വം ഇവിടെ എന്ന് പറഞ്ഞ് ആളുകൾ അതിനെ നിഷേധിച്ചിട്ട് ഇനി കർത്താവ് വരത്തില്ലെന്ന് പറയുന്ന ഒരു സമയമുണ്ട്. പക്ഷെങ്കിൽ കർത്താവ് അർദ്ധരാത്രിക്ക് വരുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ ലിറ്ററൽ അർദ്ധരാത്രി അല്ല, സ്പിരിച്വൽ സ്ലംബർ ആണ്. ആത്മീയ രോഗത്തിൽ മയക്കമുണ്ടായി കർത്താവ് വരും. ലൂക്കോസിന് ശേഷം 17-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഈ കാര്യം പറയുന്നുണ്ട്. അത് ആദ്യ ഭാഗം മാത്രം വായിച്ചാൽ മതി. ഒന്ന് വായിച്ചാട്ടെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലത്തും ഉണ്ടാകും. രഹസ്യവരവ്, അതിന്റെ തെളിവ് പറയാൻ പോവാ, കേട്ടോണം. ഷാജി മാത്യു ഭാഷ കൂടെ ഉണ്ടോ? വെരി ഗുഡ്, നോ പ്രോബ്ലം. ധൈര്യമായിട്ടിരുന്നു, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇഫ് യു ആർ റെഡി, വി ആർ ഓൾസോ റെഡി. ഓക്കെ, കേട്ടോണേ. നോഹയുടെ കാലത്ത് നോഹ പെട്ടകത്തിൽ കയറി വാതിലടയ്ക്കുന്നത് വരെ അവർ തിന്നും കുടിച്ചും
വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും they had a happy life. ആ ഹാപ്പി ലൈഫിന്റെ ഇടയ്ക്കാണ് കർത്താവ് വന്നത്. ഇനി മഹോദരവത്തിന്റെ അവസാനമാണ് കർത്താവ് വരുന്നെങ്കിൽ ഈ മഹോദര കാലത്ത് ഒരുത്തനും കെട്ടിക്കാനും വാഴിക്കാനും തിന്നാനും കുടിക്കാനും ഒന്നും നേരമില്ല. മനസ്സിലായി? കാലുവെന്ത പട്ടിയുടെ മാതിരി മനുഷ്യൻ ഓടുക മഹോദര കാലത്ത്. അന്നേരമാണോ ഇതൊക്കെ നടക്കുന്നത്? തിന്നുകയും കുടിക്കുകയും വിറ്റുകയും നിൽക്കുകയും വിറ്റുകയും കൊടുക്കുകയും നട്ട് കല്യാണം കഴിക്കുകയൊക്കെ നടക്കുന്ന കാര്യമാണോ അത്? നടക്കുന്ന കാര്യമല്ല. അടുത്ത ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ മഹോദര കാലത്ത് എന്ന് പറയുന്ന ഈ സമയത്തല്ല, മഹോദര കാലത്തിന്റെ അവസാനമല്ല കർത്താവ് വരുന്നത്. കാരണം നോഹയുടെ കാലത്തെ പോലെയാകുമെന്നാ പറയുന്നത്. നോഹയുടെ കാലം. കാരണം അതുവരെ മനുഷ്യൻ സന്തോഷമായിട്ട് കഴിയുകയാണ്. ഇനിയും ചില ചോദിക്കും, കർത്താവ് എന്തിനാ കള്ളനെ പോലെ വരുന്നത്? ഡീസന്റ് ഉള്ള ആളാണെങ്കിൽ നേരിട്ട് വരണം. ഡീസന്റ് ഉള്ള ആളാണെങ്കിൽ നേരെ പരസ്യമായിട്ട് വരണം. എന്തിനാ കള്ളനെ പോലെ വരുന്നത്? എന്തിനാ കള്ളൻ എന്തിനാ വരുന്നത്? മോഷ്ടിക്കാൻ. ഇല്ലയോ? ഇല്ലയോ ചോദിച്ചാൽ പാസ്റ്ററെ? പാസ്റ്ററുടെ ഹെൽമെറ്റൊക്കെ ഒരു കള്ളം മോട്ടിച്ചുകൊണ്ട് പോയില്ല ഒരിക്കലും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. കറക്റ്റ്. കള്ളം വരുന്ന മോഷ്ടിക്കാനാണ്. അപ്പൊ കള്ളനെ പോലെ കർത്താവ് വരുന്നത് എന്തിനാണ്? കർത്താവ് കരുതണം, തനിക്ക് ഏറ്റവും വിലയുള്ള ഒരു സാധനം ഈ ഭൂമിയിലുണ്ട്, അതാരും കാണാതെ എടുത്തുകൊണ്ട് പോകാനാണ്. ഏതാണത്? തൻ്റെ ചോരയുടെ വിലയായ തൻ്റെ സഭ. തൻ്റെ സഭ തനിക്കുള്ളതാ. അതിവിടുന്ന് വിളിച്ചു മാറ്റാൻ ഒരുത്തന്നെ അനുവാദം വേണ്ട, ഒരു തിയോളജിന്റെ അനുവാദം വേണ്ട, ഒരു വേദശാസ്ത്രിയും സമയം നിശ്ചയിച്ച് കുറിച്ചങ്ങോട്ട് കൊടുക്കണ്ട ഒരു കണിയാനും. എന്തിന്? ഇന്ന സമയത്ത് വന്നാട്ടെന്ന് പറഞ്ഞ് ഇവരാരും അറിയാതെ, ഇവരുടെ ആരും ചോദിക്കാതെ കർത്താവ് വരും. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. നോക്കേ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു വരും നമ്മളെ ചേർക്കാൻ. അതിന്റെ അർത്ഥം എന്തുവാ? വരുവാനുള്ള കോപം മഹോദരകാലം. മഹോദരകാലത്ത് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ കർത്താവ് വരുമോ നമ്മളെ ചേർക്കാൻ. അപ്പോഴിവിടെ കുറെ ആൾക്കാർ വരുന്ന സഭ മഹോദര കടന്നു പോകുന്നത്. എങ്ങനെ പോകുന്നത്? ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുക, വരാനുള്ള കോപത്തിൽ നീ അകപ്പെട്ടു പോകരുത്. മഹോദരകാലത്തിൽ സഭ ഒരു കാരണവശാലും പോകാൻ പാടില്ല. അതുകൊണ്ട് കർത്താവ് അതിന് മുമ്പ് വന്ന് സഭയെ അങ്ങ് കൊണ്ടുപോവാണ് എന്ന് അർത്ഥശങ്കിക്കില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കേ. അല്ലൊക്കത്തില്ല, എനിക്ക് ഇത് ക്രിസ്തു വന്ന് അവൻ്റെ കൂടെ കുറച്ചാൾ കഴിഞ്ഞെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ. കുഴപ്പമൊന്നുമില്ല. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, 1 തെസ്സലോനിക്ക 5:2, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ഓക്കെ. അപ്പൊ കള്ളൻ രാത്രിയിൽ വരുന്നു, അതുപോലെ കർത്താവിന്റെ വരവ്. എന്തുകൊണ്ട്? തനിക്കുള്ള തന്റെ ചോരയുടെ വിലയായ തന്റെ സഭ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന്. അതുകൊണ്ട് കർത്താവ് അങ്ങനെ വരുന്നതിന് കർത്താവിന് ആരുടെ അനുവാദം വേണ്ട. 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എന്നറിയാമോ? ധന്യനായ ഏകാധിപതി, രാജാതിരാജാവ്, കർത്താതികർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർ കാണുവാൻ കഴിയാത്തവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. തക്ക സമയത്ത് മീൻസ് അറ്റ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം ഇൻ ഹിസ് സ്കെഡ്യൂൾ. ദൈവത്തിന്റെ സ്കെഡ്യൂളിലെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ടൈമിൽ ഈ പ്രത്യക്ഷത വരുത്തും. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇനി എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ
രണ്ടാമതും പ്രത്യക്ഷനാകുമെന്നാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉണർന്നിരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വേഗം നിന്റെ മുന്നേ വരും. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. Therefore you should keep yourself awake. ഇനിയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കേട്ടോ. ഇതെല്ലാം ഞാൻ വേദഭാഗം പറയായിരുന്നു. അപ്പൊ അന്ന് 2 പേര് ഒരുമിച്ച് വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, വേറൊരാൾ കൈവിടപ്പെടും. 2 പേര് ഒരുമിച്ച് ഒരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, വേറൊരാൾ കൈവിടപ്പെടും. അപ്പോ ഇതിന്റെ അർത്ഥം 2 പേര് ഒരുമിച്ച് വയലിലായിരിക്കും എന്ന് പറഞ്ഞാൽ അത് പകലാണ്. ഒരുമിച്ച് കിടക്കയിലായിരിക്കുന്നത് രാത്രിയിലാണ്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഈ ഭൂമിയുടെ ഒരു ഭാഗം എപ്പോഴും പകലും, മറ്റൊരു ഭാഗം എപ്പോഴും രാത്രിയുമായിരിക്കും. അപ്പം രാത്രിയിലാണോ പകല വരുന്നത് ചോദിച്ചാൽ രാത്രിയിലും പകലില്ല. കാരണം ഒരു ഭാഗത്ത് പകലും ഒരു ഭാഗം രാത്രിയിലുമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കണം എന്ന് പറയുമ്പോഴേ ഞാൻ ഓർക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലോക്കൽ ചർച്ചിൽ, പേരുക്കുള്ള സഭയിൽ സൺഡേ സ്കൂളിൽ ഈ കാര്യം പഠിപ്പിക്കുക. അപ്പം 2 പേര് ഒരുമിച്ച് ഒരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെടും എന്നൊക്കെ കാര്യം പറഞ്ഞപ്പം പിറ്റേ ദിവസം എന്നോട് ഒരു കുഞ്ഞു പറഞ്ഞു, ബാബു സാറേ, ഞാൻ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള എല്ലാ ക്രമീകരണവും വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ, കൊള്ളാമല്ലോ. ക്രമീകരണം എന്താണെന്നറിയാം. അവൾ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ അനിയത്തിയിലൂടെ ഒരു കട്ടിലേ കിടക്കത്തില്ല. ഇത്രയും നാൾ അനിയത്തി കൊണ്ട് ഒരു കട്ടിലേ കിടക്കുന്നത്. ഇപ്പൊ ഇത് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി, 2 പേര് ഒരുമിച്ച് ഒരു കിടക്കേ കിടന്നാൽ ഒരാളെ എടുക്കപ്പെടത്തുള്ളൂ, മറ്റേയാള് കൈവിടപ്പെടും. ഇപ്പോഴാ ഷൈനി സിസ്റ്റർക്ക് ഒരു വിഷമം, കർത്താവേ, അത് കുറെ ഭയങ്കരമായി പോയല്ലോ, ഇതെന്റെ കുടുംബം തകർക്കാനുള്ള പരിപാടിയാണല്ലോ. അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ആ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. സോ രഹസ്യപരമുണ്ടോ? ഉണ്ട്. എപ്പോൾ? മഹോപദ്രവത്തിന് മുൻപ്. എന്തുകൊണ്ട് മഹോപദ്രവത്തിന് മുൻപ്? മഹോപദ്രവം സഭയ്ക്കുള്ളതല്ല. അതുകൊണ്ട് അത് വേറെ ആർക്കാർക്കുള്ളതാണ്. എന്തുകൊണ്ട് മഹോപദ്രവത്തിന് മുൻപ്? മഹോപദ്രവ സമയത്ത് സഭയ്ക്ക് സ്വർഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താണ് സഭയ്ക്ക് സ്വർഗത്തിൽ ആ കാര്യം ചെയ്യാനുള്ളത്? 1, സഭ അവിടെ ചെന്നിട്ട് ദൈവസിംഹാസനത്തിന് മുമ്പിലുള്ള പളുങ്ക് പോലെ ശുദ്ധവും ശുഭ്രവുമായ ആ തീക്കടലിൽ ഇറങ്ങി അവർ തങ്ങളുടെ പ്രവൃത്തി മുഴുവൻ കഴുകി ശോധന ചെയ്ത് നല്ല പ്രവൃത്തികളുമായിട്ട് അക്കരെ എത്തണം. ഇത് സഭയുടെ ശോധനയാണ്, ശുദ്ധീകരണമാണ്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ദൈവജനം അവിടെ ചെന്ന് ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടണം. എന്തിനു വേണ്ടി? തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും, പറഞ്ഞ എല്ലാ വാക്കുകളും, ചിന്തിച്ച എല്ലാ ചിന്തകളും, എല്ലാ രഹസ്യങ്ങളും അവിടെ വെളിപ്പെട്ട് വന്ന് അവിടെ ന്യായവിധി, അവിടെ എന്താണ് പറയേണ്ടത്, കണക്ക് ബോധിപ്പിക്കണം. അങ്ങനെ കറക്റ്റ് ന്യായവിധിയല്ല, കണക്ക് ബോധിപ്പിക്കണം. 3-ാമത്തെ കാര്യം, ദൈവസഭയ്ക്ക് അവിടെ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവസഭയുടെ മുൻപിൽ വെച്ച് സഭയെ ഇത്രയും നാൾ ഉപദ്രവിച്ച സാത്താനെ അവിടെ നിന്ന് ആട്ടി വെട്ടി പുറത്താക്കും. 4-ാമത്തെ കാര്യം, ദൈവസഭയുടെ മുമ്പിൽ വെച്ച. അത് കഴിയുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം നടക്കും. കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗത്തിൽ. കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് സഭ മണിയറയിൽ പ്രവേശിച്ച ശേഷം സഭയെ പഴയ നിയമവിശുദ്ധന്മാര് കൂട്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരും. പിന്നെ ആരെ കൊണ്ടുവരും? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ലോകത്തെ മുഴുവൻ ഭരിക്കുന്നതിന് വാഴ്ത്തപ്പെട്ട കർത്താവിനെ രാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്യും. അതിനുശേഷം ഭരണാധികാരം തന്നോടൊപ്പം തൻ്റെ സഭയ്ക്കും കൈമാറും. ഈ കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കുമ്പോൾ ഭൂമിയിൽ മഹോപദ്രവം നടക്കുകയാണ്. ഭൂമിയിൽ മഹോപദ്രവം നടക്കുമ്പോഴാണ് ഇത്രയും കാര്യം സ്വർഗത്തിൽ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സ്വർഗത്തിൽ നടന്നു കഴിയുമ്പോൾ സഭയുമായിട്ട് കർത്താവ് ഇറങ്ങി വരും. അതാണ് കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഭക്തികെട്ട ലോകത്തെ ന്യായം വിധിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്.
ഇതാണ് രഹസ്യവരവിന്റെ പർപ്പസ്. അവിടെ നടക്കട്ടെ. ഇനിയും നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ചോദിക്കുന്ന ആളുകൾ അത് അവർ ഹാൻഡ് സിമ്പിൾ കൊടുക്കുമ്പോൾ സുമിത് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തു തരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ദൈവജന ശുശ്രൂഷയാണ്. ഇവിടെ പറയുന്ന ദൈവ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യൻ സർക്കിളിൽ അനുവദനീയമായ എല്ലാ ഡെക്കറവും മെയിൻറ്റെയിൻ ചെയ്യുന്ന ശരീരഭാഷയും വൈകാരികതയുമായിട്ട് പ്രകടിപ്പിക്കാവൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറ്റം വിധിക്കുന്ന ഒരു പദപ്രയോഗങ്ങളും ഇവിടെ പറയരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ക്വസ്റ്റ്യനുള്ള സമയമാണ്. ഒരു ക്വസ്റ്റ്യൻ പാസ്റ്ററെ, നമ്മളെ ഈ വിശ്വാസികളായ നമ്മൾ ഈ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ വിടുവാൻ ചാൻസ് വല്ലതും ഉണ്ടോ? സീറോ ചാൻസ്. നമുക്കൊരു മാനസാന്തരം വന്ന് പിന്നെ കഷ്ടമെല്ലാം സഹിച്ച് നമ്മള് വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഇല്ലേ? അതായത് നമുക്ക് ഇപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്. വിശ്വാസികൾക്ക് മാനസാന്തരപ്പെടാനുള്ള ചാൻസ് പിന്നെ ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപകളും അനുഭവിച്ച ശേഷം അവർ പിന്മാറിപ്പോയാൽ അതുകൊണ്ടാ എടുക്കപ്പെടാത്തത്. അവരെ തിരികെ കൊണ്ടുവരാൻ മാനസാന്തരത്തേക്ക് കഴിയത്തില്ല. പിന്നെ സ്പിരിറ്റ് ഓഫ് റിപ്പൻഡൻസ് അവർക്ക് കൊടുക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. അതെന്റെ കാര്യം. നമുക്ക് ഇപ്പോഴേ ചാൻസ് ഉള്ളൂ, ഇപ്പൊ മാത്രമേ ചാൻസ് ഉള്ളൂ. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അത് ഒരു ചാൻസ് എഴുതി കഴിഞ്ഞിട്ട് നോ ഒരു ചാൻസും ഇല്ല, ഒരു ചാൻസും. അതാ ഇത്രേ ഉള്ളൂ. അതിനകത്ത് ഈസി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അപ്പൊ കർത്താവെ വരവിൽ ഞാൻ നഷ്ടപ്പെടരുത് എന്നൊരു പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനയുടെ അവസാനം വരവിനായി ഒരുക്കണം. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കത്തില്ലയോ? ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് തള്ളിക്കളയത്തില്ല. കാരണം നമ്മൾ കാത്തിരുന്നു കൈവിടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അബദ്ധമാണത്. യെസ്, ദൈവം നമുക്ക് തന്നെ ഒരുങ്ങാനുള്ള കൃപ തരും. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. നോ പ്രോബ്ലം. താങ്ക് യു. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 26 20 വാക്യം, അവിടെ ക്രോധം കടന്നു പോകുവോളം ദയവായിട്ട് ആ ഒരു ഉപദ്രവം, ആ മഹാക്രോധം അതെന്താന്നുള്ളത് വ്യക്തമായിട്ടൊന്ന്. മഹാക്രോധം എന്ന് പറയുന്നത് ഭൂമിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഈ ഭൂമിയെ സാത്താന്റെ കൊടുക്കുന്നു. അതിനാണ് മഹോപദ്രവകാലം അല്ലെങ്കിൽ കോപം എന്ന് പറയുന്നത്. അതെ, അത് മനസ്സിലായി സാറേ. പക്ഷെ അതങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കാൻ അതിന്റെ സംഗതി, ആ റീസൺ ആണ് ഉദ്ദേശിച്ചത്. എന്താ സംഭവം? അന്നത് അങ്ങനെ ചോദിക്കണ്ടായോ? നല്ല കാര്യം കർത്താവേ, ഇതങ്ങനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഇതാ പാസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും നടക്കാത്തത്. കാര്യം ദൈവത്തിന് ഒരു പിടിയും കിടത്തില്ല ഈ പുള്ളി എന്തോ ചോദിച്ചെന്ന് എനിക്ക് പോലും മനസ്സിലായില്ലല്ലോ. അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ്. ഒന്ന് മഹോദരത്തിന്റെ പർപ്പസ് ആണ്. കേൾക്കാമോ? ഒന്ന്, ദൈവജനമായ ഇസ്രയേൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി മശിയായെങ്കിലേക്ക് മടക്കി വരണമെങ്കിൽ, കുത്തിയവെങ്കിലേക്ക് നോക്കണമെങ്കിൽ അവരെ കഠിനമായി ശിക്ഷിച്ച് മാത്രമേ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കത്തുള്ളൂ. ഒന്ന്. അപ്പം മഹോദരത്തിന്റെ പർപ്പസ് ഒന്ന് അവർക്കാണ്. രണ്ടാമത്തേത്, ദൈവത്തെ ദൈവം അറിഞ്ഞിട്ടും നന്ദി കാണിക്കുകയോ ദൈവത്തോട് അനുസരണം കാണിക്കുകയോ ചെയ്യാതെ ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന ഭൂമിയിലെ മനുഷ്യനെ ന്യായം വിധിക്കണം. മൂന്നാമത്തെ റീസൺ, പഥ്യോപദേശ അതിന് വിരുദ്ധമായ ഉപദേശം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ സഭകളാന്ന് പറഞ്ഞ്
സഭകളല്ലാതെ, അതായത് ഞങ്ങൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞ് ലോകത്തെ പറ്റിക്കുന്നവര്. കേരളത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഇവിടെ ഒരുപാട് പൈശാചിക കൂട്ടായ്മകളുണ്ട്. ഇതിന്റെ എല്ലാ ആളുകൾ അപ്പോസ്തലന്മാരാണ്. അല്ലയോ അനു സാറേ? അപ്പോസ്തലന്മാരാണ്. ഇങ്ങനെ കുറേ ജനത്തെ പറ്റിക്കുന്ന കക്ഷികളുണ്ട്. ഇവനെ ഒരു ദയയില്ലാതെ ന്യായം വിധിക്കണം. നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദനെയും മുടിക്കണം എന്ന് വെച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു റിലിജിയൻ, ഒരു വർഗം ഈ ഭൂമിയിലുണ്ട്. അവരെ കഠിനമായി ശിക്ഷിച്ച് ആ ശിക്ഷ അതിഭയങ്കരമാണ്. മുടിച്ച് നശിപ്പിച്ചില്ലാതാകും. അഞ്ചാമത്തെ പർപ്പസ്, ഈ ഭൂമി കുടിച്ചതായ അകൃത്യഭാരമുണ്ട്. അകൃത്യഭാരം നിമിത്തം ഈ ഭൂമിയെ, ഈ മണ്ണിനെ ശിക്ഷിക്കണം. ഇത്രയും ആൾക്കാർക്ക് പ്രതികാരം കൊടുക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുമാണ്, അവർക്ക് വേണ്ടിയാണ് മഹോപദ്രവകാലം. ഓക്കെ? Anju raised their hand. യെസ്, അഞ്ചു ധൈര്യമായിട്ട് ചോദിച്ചോ കേട്ടോ. സാറേ, അനുജാണ്. അനുജ്, സാറേ, ഇന്നലെ വോയിസ് ഔട്ട് ഇട്ട ക്വസ്റ്റ്യൻസിന് എല്ലാം ആൻസർ കിട്ടി. പക്ഷെ മറ്റേ ഈ മഹോദ്രവത്തിന്റെ മിഡ് ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷനും പഠിപ്പിക്കുന്നതിന്റെ ആ വാക്യങ്ങള് അവര് ഏതാണ് അവര് യൂസ് ചെയ്യുന്ന, അത് ഇതാക്കുന്ന വാക്യങ്ങൾ കുറച്ച് സാർ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇപ്പൊ പറഞ്ഞ വാക്യങ്ങളിൽ തീർച്ചയായിട്ടും അതിലുണ്ട്. പക്ഷെ വേറെ ഏതെങ്കിലും ഉണ്ടോ സാറേ അവര് പഠിപ്പിക്കുന്നത് ഈ സ്ട്രോങ് ആയിട്ട് ഈ മിഡ് ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷനും റാപ്ചറിലെ? അതിന് മിഡ് ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ മഹോദരവത്തിന്റെ പകുതിയിൽ കർത്താവ് വരുമെന്ന്. നമുക്ക് അതിന് ഉപോദ്ബലകമായിട്ടൊരു ഡോക്ട്രിൻ ബിൽഡ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതിന് ഞാനിപ്പം രഹസ്യപരമായ ഡോക്ട്രിൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ഡോക്ട്രിൻ പറഞ്ഞല്ലോ, ബിൽഡ് ചെയ്യാനില്ല. ഡോക്ട്രിൻ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ഇമാജിനേഷനാണ്. നമുക്ക് വചനത്തിൽ നല്ലാതെ എന്റെ ഭാവനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വചനം ഇങ്ങനെ പറയുന്നു മാത്രമേ പറയുന്നുള്ളൂ. മറ്റേ നമുക്ക് വചനം പറയുന്നൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ കീച്ചേരിൽ ബിനോയ്, ബിനോയ് വരെ പറഞ്ഞാട്ടെ, ചോദിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്ററെ, ഒന്ന് തെസ്സലോനിക്ക ലേഖനം 4:16 പാസ്റ്റർ 3 ശബ്ദങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളനാദം. അത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാമോ? അത് എന്തിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നത്? പർപ്പസ് തന്നെ അതാണ്. യഹൂദന്മാരും മരുഭൂമിയിലായിരുന്നപ്പോ കൂടാരങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പൊ കൂടാരം മാറാൻ സമയമാകുമ്പോ കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുന്നതിനർത്ഥം ഇവിടുന്ന് കൂടാരം മാറാറായി. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കളെ വിളിച്ചു ചേർക്കുന്നതിനാണ് ദൈവത്തിന്റെ കാഹളം. പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഭരിക്കുന്ന ദുഷ്ടശക്തികൾ ഈ റാപ്ചറിനെ തടയാൻ പാടില്ല, അവരെ അകറ്റുന്നതിനാണ്. ദൈവത്തിന്റെ കാഹളത്തിന് 2 പർപ്പസ് ഉണ്ട്. ദൈവത്തിന്റെ കാഹളം എന്ന് പറഞ്ഞാൽ അത് മുന്നറിയിപ്പാണ്, ദാ പുത്രൻ വരുന്നുള്ളതിന്റെ. ഇനിയും മരിച്ച ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്പം ഈ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് മരിച്ച മറയപ്പെട്ട വിശ്രമസ്ഥലം ദൈവമക്കളെ വിളിച്ച് വരുത്തുന്നതിനാണ്. ഈ 3 ശബ്ദത്തിന്റെയും പർപ്പസസ് ക്ലിയർ ഇനഫ്? ഗംഭീരനാഥം അല്ലെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഗംഭീരനാഥം? ഒന്നാമത്തെ ഗംഭീരനാഥം, രണ്ടാമത്
പ്രധാനത്തിന്റെ ശബ്ദം, മൂന്നാമത്തെ ദൈവത്തിന്റെ കാഹളം. കാഹളം. ഓക്കെ, താങ്ക് യു. നോ പ്രോബ്ലം. ഓക്കെ, ഇനിയും സാറേ, യെസ്, ഈ രഹസ്യവരവ് എന്ന് പറയുന്നത് അത് രഹസ്യമായതുകൊണ്ടാണ് എന്ന് പറയുന്നത്. ലോകത്തിന് അത് അറിയാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് രഹസ്യമായി വന്ന എഴുത്തതിന് ശേഷം ഇവിടെ നിന്ന് ദൈവമക്കള് പോയി, അല്ലെങ്കിൽ കുറച്ചുപേര് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള കാര്യം ലോകത്തിന് അറിയാൻ കഴിയുകയില്ല. അതിനുശേഷം അത് നമുക്കതിനകത്ത് രണ്ട് പാരലായ വീക്ഷണങ്ങളുണ്ട് കേട്ടോ. ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഈ അമേരിക്കക്കാരിറക്കിയ ഒരു ഫിലിം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു. ഈ ബില്യൺസ് ഓഫ് ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പൈലറ്റ് ബന്ധുക്കൂസാനുണ്ട്, പ്ലെയിൻ ഇടിഞ്ഞു വീഴുന്നു. ഇനിയും വലിയ ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ പുള്ളി ബന്ധുക്കൂസാനുണ്ട്, ട്രെയിൻ പോയി ഇടിഞ്ഞു വീഴുന്നു. എന്ന് വേണ്ട ഇവിടെ ഇല്ലാത്ത കോലാഹലങ്ങളില്ല, ഭയങ്കര കോലാഹലങ്ങളാണ്. ഓക്കെ, നമുക്ക് ആദ്യം അതിന്, അപ്പൊ അത് അവരുടെ പെർസ്പെക്റ്റീവാണ്, അമേരിക്കൻ പെർസ്പെക്റ്റീവാണ്. നിർഭാഗ്യവശാൽ ഈ അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അവര് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് അപ്പുറം കയറിയ ഭാവനയെ കാണും. ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തി എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അത് അതിശയോക്തിയാണ്. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിഷയങ്ങളെ പറ്റി പഠിപ്പിക്കുമ്പോൾ ചോദിച്ചു, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനുഷ്യപുത്രന്റെ വരവിൽ ആര് കാണുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഉപവാസം കണ്ടെത്തുമെന്ന് ആർക്കറിയാം. എന്ന് പറഞ്ഞാൽ വല്ല വിശ്വാസം ഇവിടെ കാണുമെന്ന്. മനസ്സിലായി? ഭയങ്കര ഉണർവും സഭകളും ഭയങ്കര ഈ പൈശാചിക കേന്ദ്രങ്ങളൊക്കെ ആളെ ഇഷ്ടം പോലെ ഇടിച്ചു കയറുക. കാഹളം കേൾക്കാൻ യോഗ്യരായ ഒരെണ്ണം പോലും ഇതിനകത്തൊന്നും കാണത്തില്ല. മനസ്സിലായി? ഒരു ചെറിയ ജീവിച്ചിരിക്കുന്ന എടുക്കപ്പെടാൻ കാണത്തുള്ളൂ. പക്ഷെങ്കിൽ വിശുദ്ധന്മാരായ ഒരു 99% ആളുകളും അതിനോടകം മരിച്ച പർദീസയിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഒരു ചെറിയ ശതമാനം ആളുകളെ ഈ കാഹളം കേൾക്കാൻ ഭാഗ്യം കാണത്തുള്ളൂ. അത് കർത്താവിൻ്റെ വാക്കാണ്. അപ്പം നമ്മളുടെ വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം എന്നുള്ള അതേ ഭയങ്കര ആഗ്രഹത്തോടെ ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ എടുക്കപ്പെടുന്നതിന് തടസ്സമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തെളിയിച്ചിരിക്കും. ഇന്ന കാര്യം തടസ്സമാണ് എന്ന് മാറ്റി ആത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കും. ചുരുക്കം പറഞ്ഞ കാഹളം കേൾത്ത് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടാൻ. അപ്പോൾ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ കാണുകയുള്ളൂ. വെരി കാരണം കർത്താവ് പറഞ്ഞല്ലോ, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി കാണത്തുള്ളൂ ജീവിച്ചിരിക്കുന്നവരിൽ. പക്ഷെ കുറെ പേര് ഇവിടുന്ന് അപ്രത്യക്ഷമായെന്നുള്ളത് ലോകത്തിന് മനസ്സിലാകും. സെർട്ടൻലി. പക്ഷേ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ പാസ്റ്ററോട് ചോദിക്കാം. പാസ്റ്റർ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പൊതുവിൽ ഒരു ധാരണയുണ്ട്, നമ്മള് കർത്താവ് വന്ന് മഹോദ്രവകാലത്തൂടെ കടന്നു പോകുന്ന അതിൻ്റെ അകത്ത് വിശ്വാസികൾക്കും അവര് വേണ്ട പോലെ ജീവിച്ചില്ല, തെറ്റിപ്പോയി എന്നൊരു മാനസാന്തരം അവരുടെ ജീവിതത്തിൽ വന്നാൽ അന്തിക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാതെയും മറ്റ് കാരണങ്ങളാലും അവര് രക്തസാക്ഷികളായി മരിച്ചാൽ അവർക്ക് നിത്യതയുണ്ടോ എന്നുള്ള ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് ആ ലൈനിൽ ഒരു ചോദ്യം ചോദിച്ചു. എന്നാൽ അത് എല്ലാവർക്കും ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഇനി ഒരു മിനിറ്റ് പോലും താമസിക്കണ്ട. ഓക്കെ. ദൈവം സ്പിരിറ്റ് ഓഫ് റിപ്പന്റൻസ് കാരണം പിതാവ് ആകർഷിച്ചില്ലാതെ ആർക്കും പുത്രൻ്റെ അടുത്ത് വരാൻ കഴിയത്തില്ല.
സ്പിരിറ്റ് ഓഫ് റിപ്പൻറ്റൻസ് ദൈവം അയച്ചെങ്കിലേ പറ്റത്തുള്ളൂ. There is no compromise on it. ഈ സ്പിരിറ്റ് ഓഫ് റിപ്പൻറ്റൻസ് ആർക്കണം തീരുമാനിക്കുന്ന ആരാ? പിതാവ് തന്റെ ഹിതത്തിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. മാനസാന്തരത്തിന്റെ ആത്മാവിനെ ആർക്ക് അയച്ചു കൊടുക്കണം, ആർക്ക് അയച്ചു കൊടുക്കണ്ടെന്ന്. മാനസാന്തരത്തിന്റെ ആത്മാവിനെ ദൈവം അയച്ചു തരുന്നില്ലെങ്കിൽ നിനക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ലെന്നേ. തീർന്നില്ലയോ? മാനസാന്തരത്തിന്റെ ആത്മാവിനെ ദൈവം അയച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഒരാളെ എന്ന് പറഞ്ഞാലും അവന് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. തീർന്നല്ലോ. പിന്നെ എന്താ ചെയ്യാ? അപ്പൊ നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്യുന്നവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളൂ. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ആരും, ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും കർത്താവിന്റെ വരെങ്കിലും എടുക്കപ്പെട്ടില്ലെങ്കിൽ ഒരു മാനസാന്തരത്തിന് ആത്മാവ് ദൈവം നിനക്ക് അയച്ചു തരുമെന്ന് ചിന്തിച്ചത് നടക്കത്തില്ല. നടക്കത്തില്ലെന്ന് ദൈവം വചനം പറഞ്ഞിരിക്കെ ചിലപ്പോൾ നിനക്കൊരു മാനസാന്തരം കിട്ടും എന്നും രക്തസാക്ഷിയാകാമെന്ന് നോക്കാൻ ഞാൻ ഇവിടുന്ന് പറഞ്ഞാലേ നല്ല ചൂട്ടടി ദൈവത്തിൻ്റെ ഞാൻ മേടിക്കേണ്ടി വരും. മനസ്സിലായി? ചോദിക്കടാ, നീനക്ക് വചനം അറിയാമല്ലോ, പിന്നെ നീ എന്തിനാണ് ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി ഞാനും കൂടെ പറഞ്ഞെന്ന് ചോദിക്കും. അതുകൊണ്ട് പറ്റത്തില്ല. നോ. ഓക്കെ. അനുജ് സാറേ, സാറേ, സാറിന് കുറച്ചാൾ ഭഗവദ്ഗീത കാലത്ത് ജീവിക്കണം നിർബന്ധമുണ്ട് ഇല്ലേ? ഇല്ല സാർ, തീർച്ചയായിട്ടില്ല. സാറേ, ഈ നമ്മള് ഈ റിസറക്റ്റഡ് ബോഡി ഇതാവുമ്പോഴേ അപ്പം ആക്ച്വലി ദോസ് ഹു ആർ ഇൻ ദ ഗ്രേവ് വിൽ ഹിയർ ആൻഡ് ദേ വിൽ ബി റിസറക്റ്റഡ്. അപ്പൊ ആക്ച്വലി എന്തുകൊണ്ട് വാട്ട് കമ്പോണന്റ് ഓഫ് ദ ബോഡി വിൽ ബി റിസറക്റ്റഡ്? ഇസ് ഇറ്റ് അതിന്റെ ആ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം സാറേ. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് അത് മുഴുവനും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റിസറക്റ്റഡ് കമ്പോണന്റ് ഓഫ് ദ റിസറക്റ്റഡ് ബോഡി എന്നുള്ള വിഷയം കേട്ടോ. അതല്ല സാറേ, അല്ല, ഈ കറപ്റ്റബിൾ ബോഡി അല്ലേ നമ്മളിപ്പോ കറപ്റ്റബിൾ മോർട്ടൽ ബോഡി, അതിന്റെ എന്ത് കമ്പോണന്റ് ആണ്? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം സാറേ, അത് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽപ്പാ. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്? എന്ത് കമ്പോണന്റാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോ കണ്ണാടി കാണുമോ? കണ്ണാടി ഇല്ല, എനിക്ക് കാണാൻ. അപ്പൊ കണ്ണാടി കൊണ്ട് കാണോ ഉയർത്തെഴുന്നേൽക്കുന്നത്? എനിക്കിപ്പോ ഒരു ട്രാൻസ്പ്ലാന്റ് കിഡ്നി ഇരിക്കല്ലയോ? അതാണോ ഉയർത്തെഴുന്നേൽക്കുന്നത്? അത് മറ്റേ കിഡ്നിക്ക് എന്താ പറ്റും? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ചെറിയ സ്പേസിൽ അതിന്റെ ആൻസർ പറഞ്ഞ് ആർക്കും മനസ്സിലാകാതെ കളയുന്നതിനൊക്കെ നല്ലത്. അനു സാറും നമ്മുടെ പിന്നെ വിൽസൺ കടൂർ പാസ്റ്റർ ഒരുമിച്ച് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസിന്റെ ടോപ്പിക്സ് നമുക്ക് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽപ്പ് അതെങ്ങനെയാ സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേക്കാം. എന്ത് പറയുന്നത്? മനസ്സിലായി? കുഴപ്പമില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. പാസ്റ്റർ സംഭവിച്ചാൽ പിന്നെ അനു സാർ ഏതെങ്കിലും സംഭവിച്ചിരിക്കുക. ഇല്ലു സാറേ, നല്ല കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്സ്, വളരെ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്സ്, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ അനിവാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന ഈ പ്രോസസ്. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് എടുക്കാമെന്ന്. ഓക്കെ, ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സമ്മതിച്ചു. പക്ഷെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് മേക്ക് ചെയ്യാൻ പോവാന്നേ എല്ലാവരുടെയും അറിവിന്. ഞങ്ങളാ ഈ കോഴ്സ് ഒരു പ്രൈവറ്റ് കോഴ്സായിട്ടാണ് കഴിഞ്ഞ 4-5 വർഷങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഞങ്ങളുടെ ഒരു ചർച്ചിനോടുള്ള ബേസിൽ അവർക്ക് വേണ്ടിയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്.
എന്നാൽ ഒരു ദൈവാത്മ നിയോഗപ്രകാരമാണ് വൈഡറായിട്ട് ഇങ്ങനെ ആഗോളയാപകമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങണമെന്ന് ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണയോടും ആലോചനയോടെല്ലാം ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ തന്നെ ഞങ്ങളോട് ദൈവാത്മാവ് സംസാരിച്ച ഇതെന്താണെന്ന് ചോദിച്ചാൽ, നാം ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്റ്റൽ ഗോളങ്ങൾ, അതുപോലെ പല വിശ്വാസികൾ എന്ന് നാം അഭിമാനിക്കുന്ന, ഞാനൊരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററാണ്, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൽ പല ദുരുപദേശങ്ങൾ, പലവിധമായ ന്യൂ തിയോളജീസ് ഇതെല്ലാം കടന്നു വന്നിട്ട് കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നതിനേക്കാളും കർത്താവിനോട് ചേർന്നിരിക്കുക, സാൽവേഷൻ ഓഫ് ബിലീവേഴ്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഈ ലോകത്തിൽ എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ശ്രേഷ്ഠമായിട്ട് നമ്മൾ സാധിച്ചാലും, ഒത്തിരി മില്യൺസ് ഓഫ് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, ജോലിയുണ്ടെങ്കിലും, വീടുണ്ടെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, ഇതെല്ലാം അത് ശവക്കല്ലറ കൊണ്ട് അവസാനിക്കും. എന്നാൽ ഇവിടുത്തെ ലോകത്തിലെ അനുഗ്രഹങ്ങളെല്ലാം ശവക്കല്ലറ കൊണ്ട് അവസാനിക്കും. എന്നാൽ നിത്യതയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മറന്നുപോയ ഒരു വിശ്വാസഗോളത്തിലാണ് നാം താമസിക്കുന്നത്. അപ്പം ആ സമയത്ത് എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ കേൾക്കുന്നെങ്കിൽ നമ്മുടെ നിത്യതയാണ് ഇമ്പോർട്ടൻ്റ്. ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന രോഗശാന്തിയോ അല്ലെങ്കിൽ പിന്നെ അനുഗ്രഹങ്ങളോ ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്, നിത്യതയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പഠിപ്പിക്കണമെന്ന് അത് ജനത്തോട്, അത് പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധരായ നമ്മളെല്ലാവരെയും അറിയിക്കണമെന്നുള്ള ഒരു ദൈവിക നിയോഗം കൊണ്ടാണ് ഞങ്ങൾ ഈ ക്ലാസ് ഇങ്ങനെ തുടങ്ങിയതും ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഞങ്ങൾ വളരെ ശക്തമായിട്ടും നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്നും അത് പറയുന്നതിൻ്റെ കാരണം. അപ്പോസ്തലനായ പൗലോസ് പറയുമല്ലോ, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി വിവാഹം ഇരിക്കുന്നു. സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ നമ്മൾ ആരും ചതിക്കപ്പെടാതിരിക്കേണ്ടതിന് അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം ഞാനും അത് റവറൻഡ് ഡോക്ടർ ബാബു ജോൺ പാസ്റ്ററും അതുപോലെ തന്നെ നമ്മളോടുകൂടെ ഉള്ള മറ്റുള്ളവരും അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ക്ലാസ് ഇങ്ങനെ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യതയിൽ നമുക്കെല്ലാവർക്കും കാണണം എന്നുള്ള ആ ഹൃദയത്തിലെ വലിയ വാഞ്ച കൊണ്ടാണ് ഈ ക്ലാസ് ഞങ്ങൾ, ഇതിൻ്റെ പുറകിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഇവിടെ കാണുന്ന എല്ലാവരെയും നിത്യതയിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. തുടങ്ങി. അപ്പോൾ അതിന് അനുബന്ധിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നെ നമ്മളുടെ ക്ലാസ്സിൽ എടുക്കാം, ചർച്ചയ്ക്ക് വേണ്ടി. അതിനനുബന്ധിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. സ്തോത്രം. പാസ്റ്ററെ, മുമ്പ് സംസാരിച്ച ദേവദാസൻ ടോപ്പിക്ക് പറഞ്ഞല്ലോ, അതിനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കുന്നത്. അതിനോട് ചേർന്ന് 1 തെസ്സലോനിക്കർ 23 പറയുന്ന നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന് മുമ്പാകെ ഒരു കളങ്കവും കൂടാതെ നിർത്തുമെന്ന് പറയുന്ന ആ ഭാഗം കൂടെ അത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടാണോ പാസ്റ്റർ എടുക്കാനായിട്ട് എടുക്കുന്ന ഇതിനോട് ചേർത്ത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിന്റെ രഹസ്യ വരവെങ്കിലുള്ള ഉയർപ്പെങ്കിൽ നമ്മുടെ ആത്മാവ് മടങ്ങി വന്ന് ശരീരത്തോട് ചേരുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ സോളും അതുകൂടെ ഒന്ന് ആ ഭാഗം വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് അടുത്ത ദിവസം പഠിപ്പിക്കുന്നത്. ഞാൻ താങ്ക് യു. நீங்க ஒண்ணுமே கவலைப்படாதீங்க, தமிழும் പറയും പോലെ ധൈര്യമായിട്ട് അല്ലയോ അനിൽ സാറേ? ധൈര്യമാണ്. നാളെ അടുത്ത ആഴ്ച നമുക്ക് അത് നമ്മുടെ ടോപ്പിക്സിനകത്ത് വരും. താങ്ക് യു. സ്ഥിരമായി ക്ലാസിന്റെ സമയം പറയാമോ പാസ്റ്റർ? നമ്മൾ ഇതല്ലയോ സ്ഥിരമായ ക്ലാസിന്റെ സമയം?
അതെ, സ്ഥിരമായ ക്ലാസ്സിന്റെ ടൈം ഇതാണ്. ഒരു ചെറിയ വ്യത്യാസം വരും. വ്യത്യാസം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇനിയും വരുന്നത് നവംബറിലാണ് വരുന്നത്. കാരണം ഇന്ത്യയിൽ സമയം മാറാറില്ല. എന്നാൽ അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട് എന്നുള്ള രാജ്യങ്ങളിൽ ഒരു വർഷം 2 പ്രാവശ്യം സമയം മാറും. 1 മണിക്കൂർ മുന്നോട്ടും 1 മണിക്കൂർ പുറകോട്ടും പോകും. ആ സമയങ്ങളിൽ മാത്രം ടൈം ഇച്ചിരി ചേഞ്ച്, അത് 1 മണിക്കൂറിൻ്റെ വ്യത്യാസം വരും. അത് ഞങ്ങൾ നേരത്തെ അറിയിക്കാം. അതുകൊണ്ട് നവംബർ വരെ ഒരു വ്യത്യാസവും ഇല്ല. നവംബർ വരെ ഇത് സെയിം ടൈം, സെയിം ഡേ. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഞങ്ങളൊരു പാസ്വേഡ് തന്നാൽ ആ പാസ്വേഡ് തന്നെ ആയിരിക്കും എൻ്റെ ഇയറിലും അത് തന്നെയായിരിക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വേറൊരു പാസ്വേഡായിരുന്നു, ഇന്ന് വേറൊരു പാസ്വേഡാണ്. ഇനിയും അങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാതെ സ്ഥിരം പാസ്വേഡ് കീപ്പ് ചെയ്യാനായിട്ട് വി ഗോയിങ് ടു ട്രൈ അവർ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. I hope I gave you the right answer. Yeah. Yes, Pastor. Thank you. Yeah. Okay. God bless you. Thank you. Bye. താങ്ക് യു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.